ഇനി 80 വയസ്സിലും ഒരു മുടി പോലും നരയ്ക്കത്തില്ല. നരച്ച മുടിയെ കട്ടക്കറുപ്പാക്കാനും മുടി നല്ലപോലെ വളരാനും അതുപോലെ കറുത്ത് തന്നെ വേര് മുതൽ കട്ടക്കറുപ്പായിട്ട് വളരാനും സഹായിക്കുന്ന അടിപൊളി ഒരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടൊക്കെ. കണ്ടില്ലേ, നല്ല കറുപ്പാണ്. ഈ കറുപ്പ് നമ്മുടെ തലമുടിയിൽ പിടിക്കും, 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കേണ്ടതാണ്. ഇത് നമ്മൾ തുടർച്ചയായി ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലപോലെ കറുകറുത്ത് വളരാൻ, താഴം പോകാൻ, അതുപോലെ തന്നെ മുടിപൊഴിച്ചിൽ മാറാൻ എല്ലാം സഹായിക്കുന്നതാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞ ടിപ്സ് അല്ല കേട്ടോ, ഇത് നല്ല അടിപൊളി ഒരു എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിപ്പോൾ അടിപൊളി അടുപ്പ് റെഡിയാക്കാം. ഇപ്പോൾ ഗ്യാസിനൊക്കെ വളരെ ക്ഷമമാണ്, കിട്ടാനേ ഇല്ല. നമ്മൾ എന്തൊക്കെ ചെയ്ത് നോക്കിയാലും നമുക്ക് ഇപ്പോൾ ഗ്യാസ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം നമുക്ക് ഇതുപോലെ വീടുകളിൽ നമുക്ക് സാധാരണ നമുക്ക് അടുപ്പ് ഇല്ലെങ്കിൽ, വിറകടുപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഇതുപോലൊരു മേശയാണ്, നമ്മുടെ കമ്പിയുടെ ഇതുകൊണ്ട് ഞാൻ പണിത ഒരു മേശയായിരുന്നു, അത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ആ മേശയിലാണ് ഞാൻ ആ സ്റ്റാൻഡിലാണ് ഞാനിവിടെ ഒരു അടുപ്പ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ആ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പലകയൊക്കെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ 4 വശവും ഒന്ന് അടിച്ചിട്ടുണ്ട്, വീഡിയോ കാണിക്കുന്ന പോലെ. അതിനുശേഷം അതിലേക്ക് കുറച്ച് മണ്ണാണ്, നമുക്ക് സിമെൻറ്റ് 5 പൈസ മുടക്കില്ലാതെ സിമെൻറ്റോ സ്ലാവോ ഒന്നും മേടിക്കാതെ തന്നെ മണ്ണ് കൊണ്ടാണ് ഇതിവിടെ റെഡിയാക്കുന്നത്. അതും ഈ ഒരു മേശയിൽ നമുക്ക് തറകെട്ടേണ്ട, ഒന്നും ചെയ്യേണ്ട, മണ്ണ് വാരി ഇത് നിറയ്ക്കുകയാണ്. കണ്ടില്ലേ, ഈ മേശയിൽ ഇങ്ങനെ സൈഡ് 4 വശം കെട്ടിയതിന് ശേഷം വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതിനുശേഷം നമുക്ക് ആ മണ്ണ് നല്ലപോലെ അടിച്ചുറപ്പിക്കുക. എന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഇതുപോലെ ഈ വീഡിയോ കാണുന്ന പോലെ ഒന്നാക്കിയെടുക്കുക. അതായത് നമുക്ക് അടുപ്പ് കല്ല് വെക്കാനായിട്ടാണ്. അടുപ്പ് റെഡിമെയ്ഡ് ഇപ്പം മേടിക്കാൻ കിട്ടും, പക്ഷെ ഞാൻ അതൊന്നും മേടിച്ചിട്ടില്ല. ഇതിൽ 5 പൈസ ചിലവില്ലെന്നല്ലേ പറഞ്ഞു. അപ്പം 5 പൈസ പോലും ചിലവില്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്നൊരു അടുപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആ കല്ലൊക്കെ നമ്മുടെ അടുപ്പ് കല്ലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു ചെള്ളയാണ് ഇവിടെ കുഴച്ചെടുക്കുന്നത്. ഈ ഒരു ചെള്ള വേണം നമുക്ക്. ഇത് പശയുള്ള ചെള്ള കിട്ടുമല്ലോ, ആ ചെള്ള കുറച്ച് ഒന്ന് നല്ല പോലെ ഒന്ന് കുഴച്ച് വെള്ളം ഇട്ട് കുഴച്ചെടുത്ത ശേഷം അടുപ്പ് കല്ല് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്ല് വെക്കുന്ന രീതികൾ എടുക്കുന്ന രീതി എല്ലാവർക്കും അറിയാമായിരിക്കും. അതിനുശേഷം അത് നല്ലപോലെ അതിലെല്ലാം തേച്ച് മിനുക്കി എടുത്തിട്ട് പണ്ടുള്ള അമ്മമാരും എല്ലാം കൂടെ ചാണകം മെഴുകത്തില്ലേ എന്ന രീതിയിൽ ഇത് ചെള്ളയെ കൊണ്ട് വലിയ ഒരു അടുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ഒറ്റ അടുപ്പാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പം ആ അടുപ്പ് അന്നപ്പം തന്നെ നമുക്ക് ഈ അടുപ്പ് കത്തിക്കുകയും ചെയ്യാം കേട്ടോ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഞാൻ ചെറുതായിട്ട് ഉണങ്ങിയതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പാല് വരെ കാച്ചി ഇപ്പോഴും ഞാൻ ഇതിലാണ് ചോറും കറികളും എല്ലാം വെക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് സിമെൻറ്റ് ഇറക്കുക, കട്ട ഇറക്കുക ഒന്നും ചെയ്യേണ്ട. നമുക്ക് ഇതുപോലൊരു മേശയുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് തടിമേശയാണ് നിങ്ങളുടെ വീട്ടിലുള്ളെങ്കിൽ അതാണെങ്കിൽ എടുക്കാൻ. ഇതൊരു കമ്പി കൊണ്ടുള്ള ഞാൻ പണിയിച്ച മേശയാണിത്. അപ്പോൾ ഇത് പാല് കാച്ചൽ വരെ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോയി ഗ്യാസൊക്കെ, അടുപ്പില്ലാത്തവർ, ഗ്യാസിന് ഭയങ്കര ക്ഷാമമുള്ളവർ ഇങ്ങനത്തെ ഒരു അടുപ്പ് റെഡിയാക്കിക്കോളൂ. വിറകടുപ്പാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനത്തെ സ്റ്റാൻഡിൽ വിറകടുപ്പ് കത്തിച്ച് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇവിടെ ഞാൻ ഒരു തെർമോക്കോളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ തെർമോക്കോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പശ ഉണ്ടാക്കാൻ നല്ലതാണ്. അതുപോലെ നമ്മുടെ ചെടികൾക്ക് നനവോടെ കൂടി എപ്പോഴും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ചെടികൾ വളർത്താൻ വളരെ നല്ലതാണ് ഈ തെർമോക്കോൾ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തെർമോക്കോളിൻ്റെ അടിഭാഗത്ത് ഒരു ചെറിയൊരു ഹോളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കവർ വെച്ചിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കവർ വെച്ചാൽ മാത്രമേ നല്ല റെഡി ആയിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ. ഇനി നമുക്ക് വേണ്ടുന്ന ഐസ് കട്ടയാണ് കേട്ടോ. ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റത്തില്ല. ഫാനിട്ടാലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. എല്ലാവരും ഇപ്പോൾ ഒത്തിരി വീടുകൾ പലരും ഉറങ്ങാതിരിക്കുന്നുണ്ട്. ഈ ചൂടാണ്, അത്രയ്ക്ക് ചൂടാണ്. ചൂട് കൂടുമ്പോൾ ചൊറിച്ചിൽ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് വരുന്നത് അല്ലേ. അപ്പം നമുക്ക് രാത്രിയിലെങ്കിലും ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടക്കാച്ച സൂത്രം AC ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. നമ്മളെ കൂടെ സാധാരണ ആൾക്കാർക്ക് AC ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഫ്രിഡ്ജിൽ എല്ലാവരുടെ വീടുകളിൽ കാണുമല്ലോ. അപ്പോൾ വെള്ളം വെക്കുന്ന കൂടെ നല്ല കട്ടയാക്കി എടുക്കുക വെള്ളം. എന്നിട്ട് ഇതുപോലെ തെർമോക്കോൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അലുത്ത് പോകില്ല. തെർമോക്കോളിൽ വെക്കുമ്പോഴത്തേക്കും ഐസ് കട്ട അലുത്ത്
പോകത്തില്ല. എന്നിട്ട് നമ്മൾ ആ കിടക്കുന്നിടത്ത് തന്നെ ഇതുപോലെ നിറച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി വലിയ തെർമോക്കോളാണ് എടുത്തിരുന്നത്. ഒരു കസേര ഇട്ടിട്ടുണ്ട്. ഫാനും ഓണാക്കിയിട്ടതിന് ശേഷം നമ്മൾ കിടക്കുന്ന മുമ്പ് നമ്മുടെ പിന്നെ ബെഡൊക്കെ വിരിച്ച് എല്ലാം സെറ്റാക്കിയിട്ടതിന് ശേഷം മാത്രം ഇതുകൊണ്ട് വെച്ച് ഫാനിട്ട് വെക്കുക. അപ്പം തന്നെ നമ്മൾ കിടക്കാൻ നേരമാകുമ്പോൾ നല്ല കൂളിംഗ് ആയിരിക്കും നമ്മുടെ റൂം കേട്ടോ. ഭയങ്കര നല്ലൊരു തണുത്ത് കുറച്ച് കിടന്നുറങ്ങാവുന്ന രീതി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ഐസ് കട്ട കൂടുതലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ കാറ്റടിച്ച് കഴിയുമ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. പലർക്കും അറിയാവുന്ന ടിപ്പായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇതുപോലെ ഞാൻ കുറച്ച് ഈ പൊടി എടുത്തിരിക്കുന്നത് നമ്മുടെ കറിവേപ്പില, വീട്ടിലിരുന്ന് ഉണങ്ങിയ കറിവേപ്പില കുറച്ച് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടാകുന്ന അകാല നര എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നര ഇപ്പോൾ ഒരുപാട് ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കാണാത്തവരൊന്ന് പോയി കണ്ട് അതുപോലെയൊക്കെ ചെയ്ത് നോക്കൂ കേട്ടോ. മുടി നല്ലപോലെ കറുത്ത് കിട്ടാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഞാനിപ്പം നമ്മൾ വറുത്തിട്ടല്ല ഇത് ഞാൻ പൊടിച്ചെടുത്തിരുന്നത്. ഇത് ഉണങ്ങിയത് ഉടഞ്ഞ് പൊടിച്ച് അരിച്ചെടുത്താണ്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ല കരിച്ച് തന്നെ എടുക്കണം ഈ ഒരു സാധനം കേട്ടോ. അപ്പോൾ അതെങ്ങനെ കരിച്ചെടുക്കുന്ന കണ്ടില്ലേ? കുറേ കരിയുമ്പോൾ നല്ല പെട്ടെന്ന് തന്നെ കരിയും. ഇത് പൊടിച്ച് വെച്ചിരുന്ന പൊടിയല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പൊടി ഇവിടെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കറിവേപ്പില അടിപൊളിയാണ് മുടി വളരാൻ, താരം പോകാൻ ഒക്കെ വളരെ നല്ലതാണ്. എല്ലാവർക്കും അറിയാം. വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഈ 2 ഇലയാണെങ്കിലും മതി. നമ്മൾ തലയിലേക്ക് എണ്ണ കാച്ചിയിട്ടാണ് നിങ്ങൾ തേച്ച് നോക്കേണ്ടതാണ്. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുമുണ്ട്. അതുപോലൊക്കെ എല്ലാം ചെയ്ത് നോക്കണം. കെമിക്കൽ അടിച്ച് പണി വാങ്ങേണ്ട കാര്യമേ ഇല്ല. കെമിക്കൽ അടിക്കും തോറും നമ്മുടെ മുടി പോവുകയും ചെയ്യും. പല പല അസുഖങ്ങളുണ്ടാകാനും കാരണമാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് വന്നപ്പോൾ ചെറിയ ചെറിയ കനലൊക്കെ അതിലുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് പോയി കഴിഞ്ഞ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇരുമ്പിൽ ചട്ടിയിൽ തന്നെ ചെയ്യണമെന്നില്ല. അങ്ങനെ ചെയ്താൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാൻ ഇരുമ്പിൽ ചട്ടിയിലിട്ട് ഇത് കുറച്ച് ഇത് പൊടി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇരുമ്പ് ചട്ടിയിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ പാത്രത്തിലാണെങ്കിലും തയ്യാറാക്കുന്ന രീതി ഞാൻ പറഞ്ഞു 2 രീതി ഞാൻ പറഞ്ഞു തരാം. ഒരു രീതി മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടി എടുക്കുക. ഇപ്പോൾ ഇനി അരിക്കുകയോ പൊടിക്കുകയോ ഒന്നും ചെയ്യണ്ട. കുറച്ച് പൊടി എടുക്കുക. അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് കുളിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ തലയിൽ തേച്ചതിന് ശേഷം തുടർച്ചയായിട്ട് ഡെയിലി നിങ്ങൾ കുളിക്കുവാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല കറുപ്പാകാൻ സഹായിക്കുന്നതാണ്. ഒറ്റയടിക്ക് കറുക്കുമെന്ന് ഞാൻ പറയത്തില്ല. ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 100% നമുക്ക് മുടി ഗ്രേ കളർ, അതായത് നമ്മുടെ വൈറ്റ് കളർ മുടി ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്നതായിരിക്കും. ഉണ്ട് അതിൻ്റെ കയ്യിലെ ആ ഒരു കറുപ്പ് കണ്ട്. ഇപ്പോൾ കയ്യിൽ കളർ മുടി പിടിക്കത്തില്ല പലരും കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ഇത് ചെയ്യണം. അല്ലാതെ നമ്മൾ കെമിക്കൽ മേടിച്ച് തലയടിക്കുമ്പോൾ പെട്ടെന്ന് കറക്കുന്ന പോലെ ഒന്നും കറക്കത്തില്ല. നാച്ചുറലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന നാച്ചുറൽ ആയതുകൊണ്ട് പതുക്കെ മുടി പിടിക്കുമെന്ന് ഉറപ്പാണ് കേട്ടോ. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തൈറോയിഡൊക്കെ ഉള്ള എനിക്ക് പെട്ടെന്ന് മുടി നരയ്ക്കുകയും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇനി അതൊരു സ്റ്റെപ്പാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാനിപ്പോൾ ഇവിടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെളിച്ചെണ്ണ തേച്ചാൽ നമ്മളത് കഴുകി കളയണം. നമുക്ക് പെട്ടെന്ന് ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് കഴുകി കളയാൻ നിൽക്കണ്ടേ വെളിച്ചെണ്ണയൊക്കെ ആകുമ്പോൾ. പക്ഷേങ്കിൽ ഇത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒന്ന് മുടി ഈരിയിട്ട് നമുക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ പുറത്തോട്ടും പോകാം. കാര്യം ഇതിലേക്ക് ചേർത്തുകൊണ്ട് അലോവേര ജെല്ലാണ് കേട്ടോ. അപ്പോൾ നാച്ചുറലായിട്ടുള്ള എടുത്തില്ലെങ്കിൽ ഇതാണ് നമുക്ക് വേണ്ടത്. നാച്ചുറലായിട്ട് എടുക്കേണ്ട ഇതാണ് നമുക്ക് വേണം. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ല് വൈറ്റ് കളറിലെയാണ് ഏറ്റവും നല്ലത്. അത് മേടിച്ച് ഇത് മിക്സ് ചെയ്യുക. കറക്റ്റ് അളവിൽ മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഇതിലൊരു കറുപ്പ് കണ്ടില്ലേ? ഈ ഒരു കറുപ്പ് നമ്മുടെ മുടി പിടിക്കും കേട്ടോ. മുടിയൊക്കെ നല്ല വളരാനൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. അടുത്ത ഇത് കൈ ഞാൻ തൂത്ത് കാണിക്കാം. ഇത് കുറച്ച് നേരം നമ്മുടെ മുടിയുടെ നരച്ച മുടിയുള്ള ഭാഗത്തേക്ക് കുറച്ച് നേരം തൂത്തിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ഇത് സ്റ്റിക്കി ആവും. ഈ സ്റ്റിക്കി ആയിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തലമുടി ഈരി വെച്ചാൽ അത് അവിടെ ഇരുന്ന് ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു സ്മെല്ലുമാണ്. നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കഴുകി കളയാതെ തന്നെ ഈരി വെച്ചിട്ട് നമുക്ക് പോകാവുന്നതാണ്. കണ്ടില്ല? നല്ലപോലെ കറുത്തെഴുതാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് അതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. പിന്നെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ. അപ്പോൾ ഇത് കണ്ടില്ലേ? എല്ലാം അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ഇതാണ് നമുക്ക് വേണ്ടത്. നല്ലപോലെ കറുത്തിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. അതുപോലെ തന്നെ
ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പം പിന്നെ ഒരു ടിപ്പ് കൂടെ പറഞ്ഞു തരാം. ഈ നമ്മുടെ കറിവേപ്പില പൊടിയുടെ കൂടെ പൊടിച്ച് ഈ കരിച്ചെടുത്ത പൊടിയുടെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡറും കൂടെ ചേർത്തതിന് ശേഷം ഇതുപോലെ അലോവേര ജെല്ലും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ നരച്ച മുടിയുടെ ഭാഗത്തേക്ക് പുരട്ടിയിട്ട് 1 മണിക്കൂർ, നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഇരിക്കാൻ പറ്റും അത്രയും നേരം നിങ്ങൾ കുളിക്കുന്ന സമയം രാവിലെ എണീക്കുകയാണെങ്കിൽ രാവിലെ തേച്ചിട്ട് നടക്കുക. വീട്ടുമാരൊക്കെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് കുളിക്കുന്ന മുമ്പ് കഴുകി കളയുക. അപ്പോൾ ഈ അലോവേര ജെല്ലാകുമ്പോഴത്തേക്ക് ഷാമ്പു ഇടുക ഒന്നും വേണ്ട, ഷാമ്പു ഇടണ്ട, അതുപോലെ തന്നെ സോപ്പ് തേക്കേണ്ട, ഇതൊന്നും ചെയ്യണ്ട. പിന്നെ നിങ്ങൾ എങ്ങനെയൊക്കെ ഇത് തലയിൽ തേക്കുന്നത് മുടിയിൽ ഒരു തുള്ളി എണ്ണ കാണാനും പാടില്ല കേട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.